സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ യുവജന നേതാക്കളെ, ഇന്നത്തെ ഈ കർമ്മ പദ്ധതി ഉദ്ഘാടനത്തിൽ സംബന്ധിക്കാൻ നമ്മുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട യുവജനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വൈദിക തന്നെയാണ്. കാരണം കുടുംബത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള നേതാക്കന്മാരുടെ ക്വാളിറ്റിയിൽ നിന്ന് ഈ വൈദിക ജില്ലയുടെ പ്രത്യേകത എത്രത്തോളം ഉണ്ടെന്ന് എല്ലാ വർഷവും മനസ്സിലാക്കിയിട്ടുള്ള യുവജന നേതാവ്. പ്രത്യേകിച്ച് എന്റെ സമിതിയോടൊപ്പം ഞങ്ങള് രൂപതാ സമിതിയിലായിരുന്നപ്പോൾ പത്തനംതിട്ട രൂപതയൊക്കെ നയിച്ചതായ ഞങ്ങൾ മേഖലാ സമിതിയിലായിരുന്നു പത്തനംതിട്ട രൂപത നയിച്ചതായ ജോബി ന്യൂസ് ചേട്ടനും ബിൻസു കോകത്തോട് ചേട്ടനും ഒക്കെ ഞങ്ങൾക്ക് എന്റെ സമയത്ത് നല്ല യുവജന ശുശ്രൂഷ കാഴ്ചവെച്ച നല്ല ക്വാളിറ്റിയുള്ള ലീഡേഴ്സ് ആയിരുന്നു. അവരുടെ പിൻഗാമികളായി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു സെഷൻ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷനിലേക്ക് ഏവരെയും ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ജസ്റ്റ് ഒരു 1.25 മണിക്കൂർ കൂടിപ്പോയാൽ നമ്മൾ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ കുറച്ചു നേരം ചുമ്മാ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുന്നു, കുറച്ച് ഗെയിമൊക്കെ ഒന്ന് കളിക്കുന്നു. ആ ഒരു രീതി മാത്രമാണ് നമ്മൾ. വളരെ സത്യമാണ്. പിന്നെ ഇതുപോലെ വലിയ ചൂടിന്റെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതറിഞ്ഞുകൊണ്ടാണ് ദൈവം ഇടയ്ക്കിടയ്ക്ക് ഈ ബലൂൺ പൊട്ടിച്ച് നിങ്ങളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്.